അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം ഇതാണ്. ഇത് ഭയങ്കര കോമ്പറ്റീഷനുള്ള എക്സാം അല്ലേ? അത് എല്ലാവരും പറയുന്നത് വെച്ചിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് LSTD AE എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ LSTD എന്ന് പറയുമ്പോൾ നല്ല കോമ്പറ്റീഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. നമുക്കിനി എക്സാമിൻ്റെ 2 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ വല്ലാതെ നമ്മൾ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരിക്കും. അതായത് കോമ്പറ്റീഷൻ കൂടുതലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. സോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് എത്ര കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ കൊടുത്തു എന്ന ഐഡിയ PSC പബ്ലിഷ് ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് സിലബസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഒരു ഐഡിയ തരാനാണ്. LSTD AEക്ക് നമുക്ക് 18,100 സ്റ്റുഡൻസ് ആണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് 18,000 എന്ന് പറയുന്നതിൽ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരെല്ലാം തന്നെ സീരിയസ് ആയിട്ട് എക്സാമിനെ കണ്ട് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത് ആദ്യം തൊട്ടേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നില്ല. അപ്പോൾ ഈ 18,000 പേരോടാണ് നിങ്ങൾ കമ്പീറ്റ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ എത്രത്തോളം കോമ്പറ്റീഷൻ ലെവലിൽ റെഡിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് ലെവലിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 18,000 എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി നമ്മൾ 25,000 മേലെ ആപ്ലിക്കൻസ് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ്. ഈ വർഷം ഈ 17,000 അല്ലെങ്കിൽ 18,000 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് സെക്കൻഡ് ഗ്രേഡ് ഓഫീസർ PWD ഇറിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൺഫർമേഷൻ 17,000 അറൌണ്ട് 17,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 17,000 18,000 ഒക്കെ ആണ് നമ്മുടെ കാൻഡിഡേറ്റ്സ്. ഓൾമോസ്റ്റ് നിങ്ങൾക്കറിയാം ഈ പരീക്ഷകളെല്ലാം അപ്ലൈ ചെയ്ത ആൾക്കാരെല്ലാം തന്നെ കോമൺ ആയിരിക്കും. ലിസ്റ്റിലും കോമൺ ആൾക്കാർ വരാം. വേക്കൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയുള്ള 2 മാസം എഫക്റ്റീവായിട്ട് ഇതുവരെ പഠിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലെവലിൽ എത്തിയ ആൾക്കാർക്ക് ഇനിയുള്ള 2 മാസം എന്ന് പറയുന്നത് എഫക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്താൻ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്തുക എന്നുള്ളത് വളരെ നിർണായകരമായ കാര്യമാണ്. കാര്യം നമുക്ക് 200 300 റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ജോലി കിട്ടുമായിരിക്കാം. അതും അൺസർട്ടനിറ്റി ഉണ്ട് അവിടെ. അതായത് നമുക്ക് ഈ 3 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അഡ്വൈസ് വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു 2 ഡിജിറ്റ് റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി ലഭിക്കുകയും പോസ്റ്റിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അധികം വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. സോ ഈ ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് 2 ഡിജിറ്റുള്ള അല്ലെങ്കിൽ 2 അക്കമുള്ള ഒരു റാങ്ക് ആയിരിക്കണം. അതായത് ഈ 18,000 ആൾക്കാരുടെ ഇടയിൽ നമ്മൾ 2 അക്ക റാങ്ക് നേടുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ മാർക്ക് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 48 to 55 റേഞ്ചിലാണ് AEയുടെ ഒരു കട്ട് ഓഫ് ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. സോ ഇനിയും കട്ട് ഓഫ് എന്ന് പറയുന്നത് എബവ് 50 നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 50 to 60 റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്ത് പഠിക്കണം. ആൻഡ് എബവ് ദാറ്റ് അത് നമുക്ക് കട്ട് ഓഫ് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ എക്സാം എത്രത്തോളം ടഫാണ്, കാൻഡിഡേറ്റ്സിന് ഓരോ ആൾക്കാർക്കും ആ എക്സാം എങ്ങനെ പാടായിരുന്നു, എങ്ങനെ എളുപ്പമായിരുന്നു, ക്വസ്റ്റ്യൻസ് എത്ര ക്യാൻസൽ ആവുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. അതൊരിക്കലും എക്സാം കഴിയാതെ നമുക്ക് ഒരിക്കലും ഫോക്കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് നമുക്ക് പറയാൻ പറ്റും റാങ്ക് ഇതിനുള്ളിൽ വരണം എന്നുള്ളൊരു കാര്യം. സോ എയിം ചെയ്ത് പഠിക്കുക നല്ലൊരു റാങ്കിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് ഓഫീസറിൻ്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. PWD ഇറിഗേഷൻ ആണ് അത്യാവശ്യം നമുക്ക് വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതിൽ നമുക്ക് 18,000 ആണ് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ 17,000 18,000 റേഞ്ചിലാണ് നമ്മുടെ എല്ലാ കൺഫർമേഷൻ വന്ന കാൻഡിഡേറ്റ്സും കിടക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ 2 ഡിജിറ്റുള്ള ഒരു റാങ്ക് നേടിയെടുക്കാൻ ഇന്ന് തന്നെ പ്രയത്നം തുടങ്ങുക. നമ്മുടെ എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്